ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കൂടുതൽ ഉന്നതരും കുടുങ്ങുമെന്നാണ് സൂചന. SIT കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് ഇന്നും തുടരും. തന്നെ കുടുക്കിയവരെയും കുടുക്കുമെന്ന് പോറ്റി പറഞ്ഞിരുന്നു. SITക്ക് മുൻപിൽ പോറ്റി പേരുകൾ വെളിപ്പെടുത്തിയതായാണ് സൂചനയുള്ളത്. റിമാൻഡ് റിപ്പോർട്ടിൽ പോറ്റിക്ക് പുറമെയുള്ള 9 പ്രതികൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. വിനീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് തന്നെ കുടുക്കിയവരെ താനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന്. അപ്പോൾ ഇതിന് പിന്നിൽ കുറെ ആളുകളുണ്ട്, അല്ലെങ്കിൽ ഗൂഢാലോചനയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കല്ല ഈ കൃത്യം നടത്തിയിരിക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ കൽപേഷ് എന്ന പേര് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ സാങ്കല്പിക കഥാപാത്രങ്ങളാണോ എന്നുള്ളൊരു സംശയവും കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ദേവിക, പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകളുടെ ആവശ്യം നിലവിലെ ഘട്ടത്തിലുണ്ട്. ആ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കോടതിയിൽ എത്തിച്ച് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യൽ ഇന്ന് 2ാം ദിവസവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുന്നിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും മൂരാരി ബാബു അടക്കമുള്ളവരുടെ പങ്ക് ഈ വിഷയത്തിൽ എന്താണ് എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇന്ന് നടക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ചെന്നൈയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും, ഈ സ്മാർട്ട് ക്രിയേഷനിലെത്തി തെളിവെടുപ്പ് നടത്തിക്കും എന്ന വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം പ്രധാന തെളിവുകൾ എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ എടുത്തു പറയേണ്ടത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിക്കുന്ന മൊഴികൾ, ഒപ്പം തന്നെ ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തെളിവെടുപ്പുകളുമാണ്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതിയെ സമീപിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിക്കുകയുള്ളൂ. ഈ ഘട്ടത്തിൽ തന്നെയാണ് ഈ ചെന്നൈയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ട നടപടിക്രമത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നേക്കും എന്ന വിവരങ്ങൾ ലഭിക്കുന്നത്. ഇന്നും ചോദ്യം ചെയ്യൽ തുടരുന്ന സാഹചര്യത്തിൽ, ഒപ്പം തന്നെ സ്വർണം കവർന്നതിന് ശേഷം ജീവനക്കാർക്ക്, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കും ഇത് പങ്കിട്ടു എന്ന് സംബന്ധിച്ചുള്ള ഒരു മൊഴി ഉണ്ണികൃഷ്ണന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഈ ജീവനക്കാരെയും ഒപ്പം ഇരുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ, ഒപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥരെയും ഒപ്പം ഇരുത്തുന്നതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവരെ പരസ്പരം വേർതിരിച്ച് ഇരുത്തിക്കൊണ്ടും ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഈ അന്വേഷണം ഒതുങ്ങുമോ, അല്ലെങ്കിൽ മറ്റു ദേവസ്വം ബോർഡിലെ ചില ജീവനക്കാരിൽ ഒതുങ്ങുമോ എന്ന ആശങ്കയാണ് ഹൈന്ദവ സംഘടനകൾക്കുള്ളത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഈയൊരു ശബരിമലയിലെ വലിയ കൊള്ളയ്ക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയുടെ ഭാഗമായി നിൽക്കുന്നത് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും ജീവനക്കാരും മാത്രമല്ല, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഇവർ മാത്രമല്ല, ഇതിനു പുറമെ ഭരണസമിതിക്കും ഇത്തരത്തിൽ പങ്കുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തണം. പ്രത്യേകിച്ച് അന്നത്തെ ദേവസ്വം മന്ത്രി, ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ളവരുടെ നിലപാടുകൾ, അന്നത്തെ അവർ എടുത്ത ഈ മാനദണ്ഡങ്ങൾ തെറ്റിച്ചുകൊണ്ടുള്ള എടുത്ത ഉത്തരവുകൾ, ഇതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് ഹൈന്ദവ സംഘടനകൾ പ്രധാനമായി ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ഭരണസമിതിയുടെ ഇടപെടൽ, അതിൽ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ ഇടപെടൽ ദുരൂഹത നിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം, ഉദ്യോഗസ്ഥരെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, ഒപ്പം തന്നെ നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ കൽപേഷിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം. ഈ കൽപേഷ് ആരാണ്? കൽപേഷ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിലെത്തി അവിടെ നിന്ന് ഈ സ്വർണം കൊണ്ടുപോയി എന്നത് സ്മാർട്ട് ക്രിയേഷനിലെ ചില ജീവനക്കാർ നൽകിയ മൊഴിയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ മാത്രമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. തെളിവുകളെല്ലാം മൊഴികൾ മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് തുടരുന്നുണ്ട്. പക്ഷേ ഈ കൽപേഷിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കൃത്യത വരുത്താൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. ഇന്ന് നിർണായകമായ മൊഴികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘവും വിശ്വസിക്കുന്നത്. ഈ നിർണായക തെളിവുകളുടെ അടിസ്ഥാനത്തിലാകും, അല്ലെങ്കിൽ ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലാകും കൂടുതൽ അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുക. നമുക്ക് കുറ്റപത്രത്തിൽ കണ്ടതുപോലെ തന്നെ 9 പ്രതികളെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ, തെളിവുകൾ ശേഖരിക്കൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടം മുതൽ ഉണ്ടാകുന്നത്. അത് ഈ ജീവനക്കാരിൽ, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിലെ ജീവനക്കാരിലേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കും ഒതുങ്ങുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. നിർണായകമായ തെളിവുകൾ ലഭിക്കുമ്പോൾ അത് ഭരണസമിതിയിലേക്ക് എത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് കടക്കും. ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ഭരണസമിതി, അന്ന് CPM-ന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം പ്രസിഡന്റ്, ഒപ്പം തന്നെ ദേവസ്വം മന്ത്രിയും CPM പ്രതിനിധിയായിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ
അത് സർക്കാരിനെ പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും 2024 ഇറക്കിയ ഉത്തരവുകളിൽ പോലും ചില ആശങ്കകൾ, മാനദണ്ഡങ്ങൾ തെറ്റിച്ചുകൊണ്ടുള്ള ഇടപാടുകൾ ദേവസ്വം ബോർഡിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു ഘട്ടത്തിൽ വലിയ തോതിൽ സംസ്ഥാന സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലേക്ക് ഈ കേസ് പോകുമ്പോൾ ഏതൊക്കെ തരത്തിലായിരിക്കും സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവുക എന്ന ഒരു ആശങ്ക ഹൈന്ദവ സംഘടനകൾ ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗൂഢാലോചന സംബന്ധിച്ച് ഗൂഢാലോചനയുടെ കേന്ദ്ര ബിന്ദുവിനെ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തണമെന്ന നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ ഉന്നയിക്കുന്നത്. നിലവിലെ ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇന്നത്തെ ചോദ്യം ചെയ്യലും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് നിർണായകമായ തെളിവുകൾ ലഭിക്കും എന്ന കാര്യത്തിലും സംശയമില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവിക. വിനീഷ്, അതോടൊപ്പം തന്നെ ഇതിൽ കൃത്യമായ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നുകൂടി ഒരു ഘട്ടത്തിൽ പരിശോധിക്കണമല്ലോ. കാരണം കോടതി വളപ്പിൽ വെച്ച് തന്നെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ളവരുടെ പേര് അല്ലെങ്കിൽ ഇത്തരം സാങ്കല്പിക പേരുകൾ പറഞ്ഞ് അന്വേഷണത്തിനെ വഴിതിരിച്ചു വിടാനുള്ളൊരു ഗൂഢലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഇതിൽ പല ഘട്ടങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ഒരു ദിവസം മുന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീട്ടിൽ നിന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ഇന്നലെ പുലർച്ചെ 2:30 മണിയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ആ ഘട്ടം മുതൽ ഇതിനിടയിലുള്ള ചോദ്യം ചെയ്യലിൽ പല തരത്തിലുള്ള മൊഴികളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൃത്യമായ നിലപാടുകൾ അല്ലെങ്കിൽ ഒരു മൊഴികൾ തമ്മിൽ ചേർച്ചയില്ലാത്ത തരത്തിൽ, പരസ്പര ബന്ധമില്ലാത്ത തരത്തിലുള്ള മൊഴികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പല ഘട്ടങ്ങളിലും ആദ്യം ഈ അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നൽകിയിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ചില തെളിവുകൾ മുൻനിർത്തി അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യലുകൾ തുടർന്നപ്പോൾ ആ മൊഴികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിർണായകമായ ഒരു ദിനം തന്നെയാണ് ഇന്ന് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കും എന്ന് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ശരി വിനീഷ്, എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. മറ്റേതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും മറ്റ് വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കെല്ലാം